Mr. Varghese! ഫ്രാൻസ് തോറ്റൂലേ കളികളെ വാതില് കുത്തിയിട്ടില്ലേ എന്റെ കള്ളന്മാരെ കാര്യം അറിയില്ലല്ലോ സാർ സാറ് ഇതുവരെ എണീറ്റില്ലേ സാറേ ഹലോ പോലീസ് സ്റ്റേഷൻ
ചോദിച്ചിട്ട് മാത്രം പറഞ്ഞാൽ മതി. താനാണോ ആദ്യം ബോഡി കണ്ടത്? ഉദ്ദേശം എത്ര മണിയായിരുന്നു? 6 മണി കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണോ തനിക്ക് കൃത്യമായിട്ട് അറിയണേ? സാറെന്നോട് 6 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ താനിവിടെ വരുമ്പോ ഇവിടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇവിടെ ആരും ഉണ്ടായിരുന്നു സാർ. അപ്പൊ താനെങ്ങനെ അകത്ത് കയറി? നല്ല വാതിൽ കുത്തിയിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് ഭാര്യയും മക്കളൊന്നും ഇല്ലേ? ഭാര്യ ഉണ്ടായിരുന്നു, നേരത്തെ മരിച്ചുപോയി. ഒരു മോൻ ഉണ്ടാവും ടൂറില. ഓഹോ. ഇവിടെ ജോലിക്കാരൊന്നും ഇല്ല അപ്പൊ? ജോലിക്കാരൻ ഉണ്ടാവും, കാലത്ത് കണ്ടിട്ടില്ല. അപ്പൊ ആളുടെ പേരെന്താ? ഷമ്മോ. എവിടെയാ ആള് കിടക്കാം? ആള് ഇവിടെ അടുത്തന്നെ വീട്. വിളിക്കുമ്പോ ഒക്കെ താൻ സ്റ്റേഷനിലെത്തണം. ഞാൻ ലേറ്റ് ആയി സർ. എവിടെ പോയി കിടക്കുന്നു? സാർ എന്റെ 2ാം ഭാര്യ ആദ്യമായിട്ട് പ്രസവിച്ചതാ. പെൺകുട്ടി ആയതുകൊണ്ട് വണ്ടി എടുക്കണോ? നമസ്കാരം. പ്രധാന വാർത്തകൾ. BJP ഗവൺമെന്റ് രാജിവെച്ചു. ഇടതുമുന്നണിയിലെ പ്രതിസന്ധി. യൂറോ 2000 ഫ്രാൻസ് പുറത്ത്. കോഴക്കേസിൽ കപിൽദേവ് അറസ്റ്റ്. സ്ഥലത്തെ പ്രമുഖ വ്യാപാരിയും സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ വർഗീസ് മാമ്പള്ളി അന്തരിച്ചു. കൊലപാതകമെന്ന് സംശയിക്കുന്നു. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. വാർത്തകൾ വിശദമായി. മാത്യൂസ്, ഒരു ചായ സാറേ, ജോൺ സാർ, കാപ്പുടി കാപ്പിയെ 6 മാസമായി വീടിന്റെ വാടക. 6 മാസമായി ഒരു കേസ് കിട്ടി. അതൊക്കെ ശരിയാകും മാത്യൂസ്. ശരിയായാ മതി. നീ പോ മോനെ മാത്യൂസ്. അതല്ലേ രക്ഷമോ? പത്രത്തിൽ ഇനി എന്താണോ ജർമ്മനി ഫൈനലിൽ ഫുട്ബോൾ കളി മാമ്പള്ളി കൊലക്കേസ്. തൃശൂർ മാമ്പള്ളി കൊലക്കേസ്. സ്ഥലത്തെ പ്രധാനിയും കോടീശ്വരനുമായ മാമ്പള്ളി വർഗീസിനെ കൊല ചെയ്തു. വേലക്കാരനെ കാണാനില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു പ്രത്യേകതരം ആയുധം മൂലമാണ് മുറിവേറ്റിരിക്കുന്നത്. സ്ഥലം SI മജീദ് അന്വേഷണം. ഈ കേസെങ്കിലൊന്ന് കിട്ടിയാൽ മതി, രക്ഷപ്പെടായിരുന്നു. അല്ലെങ്കിൽ അന്വേഷിച്ചാലാണ്. ഹലോ, സീക്രട്ട്. ഹലോ സാറല്ലേ? സാറ് ടൂറിലാണല്ലോ. ആരാ? ഞാൻ മാമ്പള്ളി വർഗീസ് സെക്രട്ടറി പീറ്റർ. മാമ്പള്ളിയോ? അതെ. എന്താ കേസ്? അല്ല, ആളും മരിച്ചില്ലേ? ആളുടെ കേസിൽ നിങ്ങൾ അന്വേഷിക്കണോ? ഞങ്ങളല്ലേ? അതെ. ഞങ്ങക്ക് ഡേറ്റ് ഉണ്ടോന്ന് നോക്കണം. പിന്നെ ഞങ്ങൾ ഫീസ് ആയിട്ട് അഡ്വാൻസ് ഒരു 10,000 ആദ്യം മേടിക്കും. ഓ, നിങ്ങൾ ആള് വിട്ടാ മതി, വീട്ടിലോട്ട് അയച്ചോളൂ. ശരി, പോ, ഞങ്ങൾ നേരിട്ട് വരാം. അപ്പൊ കേസ് ഇന്നലെ അന്വേഷിക്കണം. പിന്നെ എപ്പോ തുടങ്ങാം? ഓക്കെ, ഞാൻ വെക്കട്ടെ. ഓക്കെ. കിട്ടി കിട്ടി കിട്ടി. എന്ത് കിഡ്നി? കിഡ്നി അല്ല, കിട്ടി. ലോട്ടറി അടിച്ചു, ലോട്ടറി. കട്ടിടാ കട്ടി. കൊറേ നാളായിട്ട് കേസ് കിട്ടിയതാ. ഇടാൻ വലുതുണ്ടാവും. കിട്ടി കിട്ടി. ഇതായാലോ? സൂപ്പർ, നിനക്ക് ചേരും. അല്ലെങ്കിൽ വേണ്ടല്ലേ? ഞാൻ അതൊക്കെ തുറന്നു നോക്കിയേ. വേണ്ട. കിട്ടി ബോസ്, കിട്ടി. ചെറുതായിട്ട് എലി കടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. നീ അതിട് വാ, ഇനി നമുക്ക് സമയം കളയണ്ട. കേസ് അങ്ങോട്ട് തന്നെ പൊടി തട്ടുണ്ടേ? വേണ്ടല്ലേ? അപ്പൊ എന്നെ കണ്ട ഒരു
ഒരു എടുക്കില്ല പോവാ. Chang 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 Yes, come in. We have some private time. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. Okay, well, take your seat. Yes. No thanks. ഭാഗ്യം. പരമ Yes. അപ്പൊ നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ അപ്പൊ നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശം? സോറി ദാറ്റ് ഈസ് എ പ്രൊഫഷണൽ സീഷൻ. ഈ കേസ് ഞങ്ങളെ ഏൽപ്പിക്കാൻ എന്താണ് ഒരു പ്രത്യേക ആ കാരണം? ഇൻസ്പെക്ടർ പോരാ, ആള് ശരിയല്ല. Yeah, മജീദ് പണ്ടേ പോരാ. That is true. I know that. Don't you think so? Yeah. Yes. ഇയാൾ മോനായിട്ട് അങ്ങനെ നല്ല ടേംസിലായിരുന്നു. ആ, നല്ല ടേംസിലായിരുന്നു. ആളിപ്പോ എവിടെയുണ്ട്? ആ, ആള് ഇപ്പൊ ലോങ് ടൂർ കഴിഞ്ഞപ്പോ വീട്ടിലെത്തിണ്ടോ? അപ്പൊ ക്യാഷ് ക്യാഷിന് ചെക്ക് അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യും. ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നു തോന്നുന്നില്ല. ഇല്ല. അപ്പൊ ചെക്ക് ഓക്കെ എത്ര? 10,000 ആണ് ഞങ്ങൾ അഡ്വാൻസ്. ബാക്കി ഞങ്ങൾക്ക് പിന്നെ കേസ് അറിയാവുന്നതിനനുസരിച്ച് നമ്മൾ മേടിക്കുന്നതായിരിക്കും. Well, Yes, we can meet after the deal. okay. we can meet. ആരാ മജീദിനെ പറഞ്ഞേ? മജീദ് സാർ ഇവിടെ ഉണ്ടോ? നമുക്ക് വീടൊന്ന് സെർച്ച് ചെയ്യണം. ഏത് വീട്? ഈ വീട് പറ്റില്ല. അതെന്താ കാരണം? സാല കൂൾ ഡൗൺ. നമുക്ക് വീണ്ടും കാണാം. കാണണം. ആ പരട്ട മജീദ് എവിടെയെങ്കിലും നമുക്കൊന്ന് കേറിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്കൊന്ന് വൈകുന്നേരം ഒന്ന് സെർച്ച് ചെയ്താലോ? രാത്രി. വെരി ഗുഡ് ഐഡിയ. പക്ഷെ എന്തെങ്കിലും പ്രോബ്ലംസ് നമുക്ക് നമ്മുടെ സ്കിൽസ് ഉപയോഗിക്കാം. Yes, then took it from Sharon.
ഇന്നത്തെ അന്വേഷണം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അവരാരാ? കോബ്ര. അയ്യോ ഞാൻ ആയിക്കോട്ടെ. വെറുതെ പോയി ഇടി കൊടുത്തു. ഇടിയുടെ ഞാൻ ഒരു കാര്യം കോബ്രയുടെ ആൾക്കാരാണ്. ഏത് ഈ കോബ്ര? അതൊരു ഇന്റർനാഷണൽ ഗ്യാങ് ആണ്. മോനോടെ എത്തിയിട്ടില്ലേ? നമുക്ക് ഇനി ആ വഴിക്ക് നീയാലോ? ഗുഡ് ഐഡിയ. ഇനി നമുക്ക് അവിടെ പോകാലോ. ആള് ഏത് ഹോട്ടലുണ്ടെന്ന് തോന്നുന്നു. ഹോട്ടൽ സിദ്ധാർത്ഥ. ഓക്കെ. അവർക്ക് ഡാഡി ഇത്ര പെട്ടെന്ന് എന്നെ വിട്ട് ഇതെല്ലാം തനിച്ച് നോക്കാനായിട്ട്. ഡാഡി അല്ല ഞാൻ തന്നെ മമ്മളി വർഗീസ്മാണ്. ഇൻസ്പെക്ടർ മജി. നീ സംസാരിക്കുന്നത് ഇന്ന് തന്നെ വേണം. തന്നെ വേണം. മറ്റേ Who are you? We are from Secretary. Secretary? Yeah. നിങ്ങളോ? Yes. ഹലോ മിസ്റ്റർ മജീദ്. That is none of your business. Yeah. ഞങ്ങൾക്ക് ആളോടാണ് സംസാരിക്കാനുള്ളത്. നിർത്തൂ. എന്താണ് ചാന്ദ്യം? നിങ്ങൾ എന്തിനാ ഇങ്ങനെ? മതി. നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് എന്നോട് ചോദിച്ചോളൂ. എന്താ നിങ്ങൾ? നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി സ്റ്റേറ്റ്സിൽ വരെ പോയിരിക്കുന്നു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേറ്റ്സിൽ പോകുന്നു? അങ്ങനെയില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം. നമ്മുടെ അന്വേഷണത്തിൽ നിങ്ങൾ പാർലമെന്റിൽ ഉടക്കായിരുന്നു എന്ന് അറിഞ്ഞിരുന്നോ? അല്ലേ? ചെറിയ ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞു. ഇല്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. ഞാൻ ഫാദറായിട്ട് നല്ല ടെൻഷൻ തന്നെയായിരുന്നു. നിങ്ങൾ കോബ്ര എന്ന ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? എന്താ കോബ്ര? കോബ്രയോ? ഇല്ല, കോബ്ര എനിക്ക് അതിനെ പറ്റൊന്നും അറിയില്ല. ഇല്ല. എന്താ മഞ്ജിത് സാറേ, ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനില്ലേ? ആ വേലക്കാരൻ ആളെങ്കിലും ഉണ്ടായിരുന്നു. വേലക്കാരൻ ഷൺമുഖം ഫാദർ അപ്പോയിന്റ് ചെയ്ത ആളാണ്. എനിക്ക് ആളെ പറ്റി വലിയ അഭിപ്രായം പോരാ. ഞാനും കേട്ടു. ഞാൻ ന്യൂസ് അല്ലാതെ ഇവിടെ വന്ന ശേഷമാണ് അറിഞ്ഞത്. ഏത് സംഭവിച്ചതെന്ന് എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലും അപ്പൊ നമുക്ക് ഇനിയും കാണേണ്ടി വരും. ഓക്കെ മജീദ് സാറേ. വീണ്ടും കാണാം.
Please take a seat. Yes, please. Next plan. Police!